നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുവാനും താല്പര്യപ്പെടുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച ദിവസം 27 നക്ഷത്രങ്ങളിൽപ്പെട്ട കുറെ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം, കാര്യവിജയം, ജീവിതത്തിൽ അഭിവൃദ്ധി ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഈ ഭൂമിയിൽ ഓരോ ദിവസവും പകലും രാവും ഉണ്ടാകുന്നു എന്നതുപോലെ തന്നെ ഓരോ ദിവസവും 27 നക്ഷത്രങ്ങളിൽപ്പെട്ട കുറെ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ അഭിവൃദ്ധി നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം സംഭവിക്കുന്നു, അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നു, സൗഭാഗ്യമായ ഒരു ജീവിതം അവർ അനുഭവിക്കുന്നു. അപ്പോൾ ജ്യോതിഷം പറയുന്നത് എല്ലാ ദിവസവും 27 നക്ഷത്ര ജാതകർക്കും ഈ ഒരു അനുഭവം ഒരുപോലെ വരത്തില്ല. കുറെ നാളുകാർക്ക് മാത്രമായിരിക്കും അങ്ങനെ ഉണ്ടാകുക. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് കർക്കിടക മാസം 17-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം 11-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:17, അസ്തമയം വൈകുന്നേരം 6:39. ഉദയാൽപരം തിഥി അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി ശനിയാഴ്ച പുലർച്ചെ 7:24 വരെ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ശനിയാഴ്ച രാവിലെ 7:24 വരെ അഷ്ടമി തിഥിയുണ്ട്. പിന്നീട് നവമി തിഥിയാണ്. ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ 3:42 അവസാനിക്കുന്നത് ഞായറാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 6:37. ഞായറാഴ്ച രാവിലെ 6:37 ഈ വിശാഖ നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രവും വിശാഖ നക്ഷത്രം തന്നെയാണെന്നുള്ളതും മനസ്സിലാക്കുക. ഈ വിശാഖ നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ തുലാക്കൂറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സമയം പറഞ്ഞു തരാം. പുലർച്ചെ 3 മണി, ശനിയാഴ്ച പുലർച്ചെ 3:42 ഈ നക്ഷത്രം ആരംഭിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച രാത്രി 9:42 വരെയുള്ള സമയം ഈ വിശാഖം നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗം, തുലാക്കൂറിൽപ്പെട്ട വിശാഖം മുക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ചിന്തിക്കുന്ന വിഷയം, ഈ വിശാഖ നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അഭിവൃദ്ധി, ധനനേട്ടം, കാര്യവിജയം ഒക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്നത്. ഈ വിശാഖ നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ഈ ശനിയാഴ്ച ദിവസം ചതയം, പൂരുരുട്ടാതി, അത്തം, പൂരം, പുണർദം, പൂയം, ചോതി ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. അവരുടെ ജീവിതത്തിൽ എന്തായാലും സൗഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഏതൊക്കെ നാളുകാർക്കാണ്? ചതയം, പൂരുരുട്ടാതി, അത്തം, പൂരം, പുണർദം, പൂയം, ചോതി ഇത്രയും നാളുകാർക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ്. സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നിരുന്ന ദിവസമാണ്. അവർക്ക് ജീവിത വിജയത്തിന് അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ധനപരമായിട്ടുള്ള നേട്ടം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, അങ്ങനെ ജീവിതാഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ഈ വിശാഖ നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങൾ, പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ച് ജ്യോതിഷം പറയുന്നുണ്ട്. ഉത്രം, ചിത്തിര, മകം, ഉത്രട്ടാതി, രേവതി ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. അതുകൂടാതെ ഈ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്കും രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിയുക. അപ്പോൾ ഈ നാളുകാരൊക്കെ സൂക്ഷിക്കുക. ഏതൊക്കെ നാളുകാരാണ് സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? ഉത്രം, ചിത്തിര, മകം, ഉത്രട്ടാതി, രേവതി
കാർത്തിക മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകൾ. ഇത്രയും നാളുകാർ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേർന്ന് ജീവിതത്തെ തകർത്ത് കളയാൻ ഇടവരുത്തരുതേ, അതിനുവേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ കൂടി ഈ നാളുകാർ കടന്നു പോകുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. സാധാരണ എന്തെല്ലാം വന്നാലും എന്തെല്ലാം സംഭവിച്ചാലും ഒന്നും അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരു സാധാരണ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന അനുഭവമായിരിക്കും അവർക്കുണ്ടാകുക, മറ്റുള്ള നാളുകാർക്കൊക്കെ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം പറഞ്ഞു തരാം. ശനിയാഴ്ച ദിവസം രാവിലെ 7:47 മുതൽ 9:17 വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട്. പിന്നീട് 10:47 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. വീണ്ടും ഉച്ചകഴിഞ്ഞ് 1:47 മുതൽ 5:17 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇനിയും സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 2 ആണ്. അപ്പോൾ ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതിന് സംഖ്യാജ്യോതിഷം പരിഹാരം പറയുന്നത് പച്ചവെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരുവിധ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും പച്ചവെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പേരിൽ ഇനി അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും സാമാന്യ ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഫോളോ ചെയ്യാം എന്നും ഞാൻ ഓർപ്പിക്കുന്നു. ഇനിയും ഈ ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം, വിശാഖ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ജീവിതത്തിൽ വന്നു ചേരുന്ന നാളുകാർ. വിശാഖ നക്ഷത്രം ചിലപ്പോൾ ചില കാര്യങ്ങൾ പ്രതികൂലമായിട്ട് സ്വാധീനിക്കും. എന്നാൽ ധനപരമായിട്ടുള്ള വിഷയത്തിൽ അനുകൂലമായ സ്വാധീനം വന്നു ചേരുന്ന നാളുകാർ ചോതി, രോഹിണി, പുണർദം, മൂലം, തിരുവോണം, പൂരുരുട്ടാതി, അശ്വതി, മകം, അത്തം, വിശാഖം ഇത്രയും നാളുകൾക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം. അവരുടെ ജീവിതത്തിൽ ധനവരവ് പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും ധനം കൊണ്ടുള്ള ഏത് കാര്യം കൈകാര്യം ചെയ്താലും വിജയിക്കും. ധനപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിത വിജയം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് കൊണ്ട് ഈ നാളുകാരൊക്കെ ഈ ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.